ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ പേര് നേരിടുന്ന പ്രശ്നമുള്ള ഈ കുഴിനകം. അപ്പോൾ കുഴിനകം വരാതിരിക്കാനും കുഴിനകം വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുഴിനകം വരാറുണ്ട് അല്ലേ. കുഴിനകം മെയിനായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നഖം നന്നായിട്ട് നീറ്റായിട്ട് നോക്കാതിരിക്കുമ്പോഴും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കും. നന്നായിട്ട് ഇങ്ങനെ എന്താ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ കുറേ നേരം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം വെള്ളത്തിൽ തന്നെ ചിലവഴിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ കുഴിനകം വരാറുണ്ട് കേട്ടോ. കുഴിനകം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ പേര് ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് ഈ കുഴിനൊക്കെ വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ നഖം പൊട്ടുക, നഖത്തിൻ്റെ കളർ ഇങ്ങനെ മങ്ങി വരിക. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് എടുത്ത ഒരു ഹോം റെമഡിയാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ കാലിൻ്റെ ഈ ഇടയിലൊന്നും നമ്മൾ നന്നായി തുടച്ചൊന്നും വരില്ല അല്ലേ. അങ്ങനെ നമ്മൾ തുടയ്ക്കാതിരിക്കുമ്പോൾ അവിടെ അങ്ങനെ വെള്ളം നിന്നിട്ട് നമുക്ക് കുഴിനകം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നഖം പൊട്ടിപ്പോവാനും അതുപോലെ നഖത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ വെളുത്തുള്ളി, അതുപോലെ വിനാഗിരി, പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി എടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയുടെ ഒരു 4 എണ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 എണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കുഴിനകമുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് ചതച്ചെടുത്താണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പക്കാരം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്ര മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. അപ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം അപ്പ സോഡ, അതായത് ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പതഞ്ഞ് വരും കേട്ടോ, കാരണം ഈ ബേക്കിംഗ് സോഡ വിനാഗിരി കൊണ്ടുള്ള ആ ഒരു ഇതാണ് നിങ്ങളുടെ കാണുന്നത്. കാണാതെ നന്നായി പതഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുമ്പ് ഞാൻ കുഴിനകം മാറാനുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പലതായിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പതിയൊക്കെ പോയിട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാലിലാണോ അതോ കയ്യിലാണോ കുഴിനകം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ചെടുത്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു തുണിയും കൊണ്ട് നന്നായിട്ടൊന്ന് ചുറ്റിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇങ്ങനെ വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രം. എന്നിട്ട് രാവിലെ എണീക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു രാത്രിയൊക്കെ നമ്മളിപ്പോൾ രാവിലെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ രാത്രി നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഇതുപോലെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടി വെച്ച് കിടക്കുന്ന ടൈമിൽ നമുക്ക് രാവിലെ ആകുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. കാരണം ഒരു രാത്രി മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ കുഴിനകത്തിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴിനകം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുഴിനകം എന്ന പ്രശ്നം നേരിടുന്നവരൊക്കെ അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് വേണേ. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരേക്കും ബൈ.